ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഡബിൾ ദൈവാനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നിങ്ങൾ കർത്താവിൻ്റെ പ്രേരണയാൽ നൽകിയ എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾ ഏറ്റെടുത്ത് ഒരു സ്വന്തം കാര്യമായി കണ്ട് ചെയ്യുന്നതിനെ ഓർത്ത് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. കർത്താവ് ഒരുപാട് അനുഗ്രഹിക്കും കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറവിലങ്ങാട് PDM സെൻറ്ററിൽ വന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന, അതേപോലെ അച്ഛന്മാരെ കാണാൻ, ഡെലിവറൻസ് പ്രാർത്ഥനകൾ, സ്പിരിച്വൽ ഷെയറിങ്, കൗൺസിലിംഗ് പോലെ അപ്പോൾ എല്ലാത്തിനുള്ള സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഞാൻ ഈ ഒരു 7 ദിവസത്തേക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പ്രാർത്ഥന ദിവസം നന്നായി ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന നല്ല ശക്തിയുള്ള പ്രാർത്ഥനയെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നന്മ പറഞ്ഞ അന്ന് വ്യാഴാഴ്ച എൻ്റെ ദൈവം നമ്മുടെ ദിവസം കൂടെയാണ്. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അട്ടപ്പാടിയിൽ അഭിഷേകാന്തി സിസ്റ്റേഴ്സിൻ്റെ സെൻറ്ററിൽ യുവജനങ്ങൾക്ക് വേണ്ടി അവധിക്കാലത്തൊരു ധ്യാനം വെച്ചിട്ടുണ്ട്. ഞാനെൻ്റെ കാർഡ് ഇട്ടായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ കാർഡ് നോക്കി എൻ്റെ ഫോൺ നമ്പറിൽ നോക്കി അവധിക്കാലത്താണ് കേട്ടോ. യുവജനങ്ങൾ എന്തായാലും ധ്യാനിക്കാൻ വേണ്ടി പോലെ വലിയ ദൈവാനുഗ്രഹമായിരിക്കും. ഏപ്രിൽ 28 മുതലാണ് ധ്യാനം. നേരത്തെ ബുക്ക് ചെയ്യണം. അവധിക്കാലം ആയതുകൊണ്ടല്ലേ സീറ്റിന് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് കാർഡ് വേണം ഞാൻ ഒന്നുകൂടി ഇട്ടേക്കാം. ഇന്നിടാൻ പറ്റുമെന്ന് അറിയത്തില്ല, നാളെ ഞാൻ ഇട്ടാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഒക്കെ ബുക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ലൂക്ക 16:10 ബേസ് ചെയ്തിട്ടാണ്. അതിങ്ങനെയാണ്, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 16 വേഴ്സ് 10. അത് ചെറിയ കാര്യമാണെങ്കിലും നിസ്സാരമാക്കി കളയരുത് എന്നുള്ളതാണ്. അതിന് ഇതാണ്: ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അപ്പോൾ ഇത് ഈശോയുടെ ഒരു അളവുകോലാണ്. അപ്പോൾ ഒരാളെ വലിയ കാര്യം കർത്താവ് ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവന് ചെറിയ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനാണോ എന്നാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ കാര്യം ഏൽപ്പിച്ചാൽ ടോപ്പായിട്ട് ചെയ്യാം. അതല്ല, ദൈവത്തിൻ്റെ അളവ് പോലും നമ്മുടെ അളവ് പോലും നമ്മൾ രണ്ടാണ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ചെറിയ കാര്യമാണെന്ന് വിചാരിച്ച് നമ്മൾ അവഗണിച്ചാൽ, നമുക്കറിയാം മറ്റേ ചെയ്യാൻ ആ TV ചാനലിൻ്റെ നമ്മുടെ ആ ഒരു സിസ്റ്റർ, പേര് ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഓർമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ചാനൽ തുടങ്ങിയ സിസ്റ്റർ പറയുകയാണ്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ചെറിയ പ്രേരണകളെ, ചെറിയ കാര്യങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തിലെടുത്താൽ മതി, വലിയ കാര്യങ്ങൾ നമ്മളോട് ചെയ്യും. വിശുദ്ധ പൗസ്തീന പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ചെറിയ പ്രേരണകളെ വിശ്വസ്തതാപൂർവ്വം താല്പര്യപൂർവ്വം എടുത്ത് അതിനോട് വിശ്വസ്തത പുലർത്തിയാലാണ് വലിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാവുള്ളൂ. ഉദാഹരണം പറയാം, കർത്താവ് നമ്മളോട് ഇങ്ങനെ ചെറുതായിട്ടൊരു പ്രേരണ തരികയാണ്. എന്താ പറയുന്നത്? ഈശോ നമ്മളോട് പറയാമെന്ന് കരുതുക, എല്ലാ ദിവസവും വൈകുന്നേരത്തെ കൂടും പ്രാർത്ഥന കൂടെ അതൊരു കൊന്ത ചെല്ലണം. അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് അത് തള്ളിക്കളയരുത്. ഒരുപക്ഷെ ആ ഒരു ചെറിയ കാര്യത്തെ നമ്മൾ കാണിക്കുന്ന ഒരു വിശ്വസ്തതയായിരിക്കാം ദൈവാത്മ വലിയൊരു ദൗത്യത്തിന്. അപ്പോൾ ദൈവം ഒന്ന് പരിശോധിച്ചും പരീക്ഷിച്ച് നോക്കിയായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിലും, പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഫോർമേഷനിലിരിക്കുന്ന കുട്ടികളൊക്കെ ധാരാളം ഒരു ടോക്ക് കേൾക്കുന്നുണ്ട്, സെമിനാരിക്കാർ കേൾക്കുന്നുണ്ടാവാം, സിസ്റ്റേഴ്സാകാൻ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ നമുക്ക് അധികാരികളുടെ ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ, പപ്പയും മമ്മിയും എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു കാര്യം പറയാം, പാത്രം അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പോകുന്നു മമ്മി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിയും കറങ്ങി കഴിച്ചിട്ട്, പിന്നെ അങ്ങനെയല്ല, അതപ്പോൾ തന്നെ മമ്മി പറഞ്ഞാണല്ലോ, പപ്പ പറഞ്ഞാണല്ലോ, വേഗം ചെയ്യണമല്ലോ. അങ്ങനെ നിങ്ങൾ ചെറിയ കാര്യം നിങ്ങൾ വിശ്വാസം പാലിച്ചാണെന്നറിയാവോ, നിങ്ങളെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ദൈവാനുഗ്രഹത്തിലേക്കും എല്ലാ രാജ്യങ്ങളുടെ മുകളിലൂടെയൊക്കെ നിങ്ങളെ കൊണ്ടുപോകാൻ ദൈവം ശക്തനാണ്. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ചുറ്റും തിരിഞ്ഞുള്ള പല കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത്, ഇപ്പോൾ സെഹിയോ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച്, ഉത്ഭവത്തെക്കുറിച്ചൊക്കെ അങ്ങനെ ചിന്തിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ ഓർക്കാണ്, അഭിവന്യ പിതാവാണെങ്കിലും അല്ലെങ്കിൽ പട്ടാലച്ചനൊക്കെ ആണെങ്കിലും ആ കാര്യം ചെറിയ ഒരു കുഞ്ഞു പ്രേരണകളൊക്കെ അതെല്ലാം ചെറുതായിട്ട് ചെയ്തെല്ലാം അനുസരിച്ചു എന്തുമാത്രം ദൈവാനുഗ്രഹം വന്ന എൻ്റെ സഹോദരങ്ങളെ. ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വചനത്തെ നമ്മൾ ഇങ്ങനെ തള്ളിക്കളയരുത് കേട്ടോ, വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ നമ്മളോട് 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പാപം ചെയ്യുന്ന അപ്പം തന്നെ പെട്ടെന്ന് പോയി സംസാരിക്കുക, അതിനോട് വിശ്വസ്ത പാലിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ കൃപയായിരിക്കും വേറെ പുറകെ വരാനിരിക്കുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും തള്ളി നിസ്സാരമായി കളയും. സാരമില്ല, സമയമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നന്നായി ചെയ്തു പോകാം. ഈശോ പ്രത്യേകം അനുഗ്രഹിക്കണം. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, കൂട്ടായ്മയിൽ ഇവരെ ബ്ലെസ് ചെയ്യാനും സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും എന്നെ തിരഞ്ഞെടുത്തല്ലോ നന്ദി പറയും. കർത്താവെ, എനിക്ക് വേണ്ടിയുള്ള ഇവരുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഓർക്കുമ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം പ്രത്യേകം ഒന്ന് പരിഗണിക്കണം ഈശോയെ. ഇവരെ എല്ലാവരും കർത്താവ് സ്വർഗത്തിൽ പോകാൻ ഇടവരട്ടെ എന്നുള്ളതാണ് ഒന്നാമത്തെ ആഗ്രഹവും ആശീർവാദവും പ്രാർത്ഥനയും. രണ്ടാമത്, കർത്താവായ ദൈവമേ,
ഇവർക്ക് ധാരാളം പ്രാർത്ഥനയിലെ വചനത്തിലെ കൂതാശകൾ ആഴപ്പെടാൻ ഒരു കൃപ കൊടുക്കണം. മൂന്നാമതായിട്ട് ഇവർ ഭൗതിക മണ്ഡലങ്ങൾ, പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും കൃഷിയാണെങ്കിലും വരുമാന മാർഗ്ഗങ്ങൾ എല്ലാം അനുഗ്രഹം പ്രാപിക്കണം. കാരണം ഇവരുടെ കുടുംബാംഗങ്ങളെല്ലാം നല്ല വിശുദ്ധരായി തീരട്ടെ. മനസ്സിന് സങ്കടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആശീർവാദം ഒരു 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 മിന്നളി പോലെ വന്ന് അവരെ സുഖപ്പെടുത്തട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.